പശ്ചിമഘട്ട നിയന്ത്രണം പ്രാബല്യത്തിൽ എന്ന നിലയ്ക്കാണ് മലയാള മനോരമ ഈ വാർത്ത ലീഡാക്കിയിരിക്കുന്നത്. കസ്തൂരി രംഗൻ സമിതിയുടെ 5 ശുപാർശകൾ ബാധകമാക്കി കേരളത്തിൻ്റെ 1/3 പരിസ്ഥിതി ലോല മേഖലയിൽ ജോമി തോമസ് ആ റിപ്പോർട്ട് ലീഡാക്കിയിരിക്കുന്നത് ഇപ്രകാരം: കേരളത്തിലെ 123 വില്ലേജുകൾ ഉൾപ്പെടെ പശ്ചിമഘട്ടത്തിൻ്റെ പരിസ്ഥിതി ലോല മേഖലയ്ക്ക് കസ്തൂരി രംഗൻ സമിതി ശുപാർശ ചെയ്ത നിരോധന നടപടികളിൽ 5 ബാധകമാക്കി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നിർദ്ദേശമിറക്കി. പശ്ചിമഘട്ട മേഖലയ്ക്ക് ഗാഡ്ഗിൽ സമിതി റിപ്പോർട്ട് മാത്രമല്ല, കസ്തൂരി രംഗൻ സമിതി ശുപാർശകളും ബാധകമാക്കാമെന്ന ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി വന്നിരിക്കുന്നത് എന്നു മാത്രമല്ല, പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലകളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ 123 വില്ലേജുകളുടെ വിശദാംശങ്ങൾ 1-ാം പേജിൽ ഈ വാർത്തയ്ക്കൊപ്പം മലയാള മനോരമ തരുമ്പോൾ മലയാള മനോരമ അതിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം, പ്രക്ഷോഭത്തിൽ ഏർപ്പെടുകയും ഏർപ്പെടാൻ പോവുകയും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കൃഷിക്കാർക്ക് ഒപ്പമാണ് എന്ന് വ്യക്തമാക്കുന്നു. മാതൃഭൂമിയും ഈ ലിസ്റ്റ് 123 വില്ലേജുകളുടെ വിശദാംശങ്ങളുടെ ലിസ്റ്റ് അതിൻ്റെ ഉൾപേജിൽ ഇന്ന് തന്നിട്ടുണ്ട്. കൃഷിക്കാരുടെ പാർട്ടി എന്ന് അനുനിമിഷം അവകാശപ്പെടുന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിൻ്റെ നേതൃത്വം ബാലകൃഷ്ണപിള്ള അതിൻ്റെ നേതാവാണെന്നൊന്നും ഇപ്പോൾ ആരും കരുതുന്നില്ല. ഒരു അച്ഛനും മകനും തമ്മിലുള്ളൊരു കോൽക്കളിക്കപ്പുറം അതൊരു പാർട്ടിയാണോ എന്ന് പോലും ആർക്കും അറിയില്ല. ഏതായാലും KM മാണി സാറിൻ്റെ അവസ്ഥ അതല്ലല്ലോ. അതുകൊണ്ട് തന്നെ മാണി സാർ ഇതിനോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്നറിയാൻ പ്രബുദ്ധ കേരളത്തിന് താല്പര്യമുണ്ടാകാം. മാതൃഭൂമിയുടെ വാർത്തകൾ പേജ് കാണുക. കസ്തൂരി രംഗൻ റിപ്പോർട്ട് കേരളത്തിൻ്റെ ആവശ്യം നിരാകരിച്ചത് പ്രതിഷേധാർഹം എന്നാണ് KM മാണി പറഞ്ഞിരിക്കുന്നത്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് അപ്പാടെ നടപ്പാക്കരുതെന്ന കേരളത്തിൻ്റെ ആവശ്യം നിരാകരിച്ച് കേന്ദ്രം ധൃതി പിടിച്ച് ഉത്തരവിറക്കിയത് പ്രതിഷേധാർഹമാണ് എന്ന് കേരള കോൺഗ്രസ് ചെയർമാനും ധനമന്ത്രിയുമായ KM മാണി അഭിപ്രായപ്പെട്ടു. തീരുമാനം പുനഃപരിശോധിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് എത്രത്തോളം കഴിയും, അതിനുവേണ്ടി എത്രത്തോളം സമ്മർദ്ദം ചെലുത്താൻ കേരളത്തിന് കഴിയും എന്നൊക്കെയുള്ളത് വേറൊരു കാര്യം. മാണി സാറിൻ്റെ അഭിപ്രായം അങ്ങനെ തന്നെയാണ്. ഇനി ഇതിനെതിരെയുള്ള പ്രക്ഷോഭത്തിൻ്റെ വിശദാംശങ്ങൾ കാണുക. മംഗളം എന്ന പത്രം മലയോര മേഖലയിൽ ഇടുത്തി എന്ന ശീർഷകത്തിൽ ഈ വാർത്ത ലീഡ് വാർത്തയാക്കുമ്പോൾ ഇന്ന് ഹർത്താൽ നടക്കുന്നു, നാളെയും ഹർത്താൽ നടക്കുന്നു. ഈ 2 ഹർത്താലുകളുടെയും വിശദാംശങ്ങൾ മംഗളം തരുന്നു. അതിങ്ങനെ: കോഴിക്കോട് ഇന്നും, ഇടുക്കിയിൽ നാളെയും ഹർത്താൽ. കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ ഇന്നും, ഇടുക്കിയിൽ നാളെയും LDFിൻ്റെ ഹർത്താൽ. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി, കൂടരഞ്ഞി, കോടഞ്ചേരി, പുതുപ്പാടി പഞ്ചായത്തുകളിൽ ഇന്ന് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ജനകീയ ഹർത്താലാണ് നടക്കുക. ഹർത്താലിന് LDF പിന്തുണ പ്രഖ്യാപിച്ചു. ഇടുക്കിയിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. 2 ഹർത്താലുകളുടെയും സവിശേഷത, പ്രാദേശിക കാർഷിക ജനത നടത്തുന്ന ഹർത്താലുകളുടെ പിമ്പെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും സഞ്ചരിക്കുകയാണ് അവിടെ എന്നതാണ്. ഇതൊക്കെയാണ് ഇന്ന് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വിജ്ഞാപനവുമായി ബന്ധിപ്പിച്ച് പത്രങ്ങൾ തരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. CPM അതിൻ്റെ പ്ലീന സമ്മേളനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. 27 മുതൽ ഈ മാസം 27 മുതൽ 29 വരെ പാലക്കാട് വെച്ചാണ് ആ പ്ലീനം. അതൊരു പാർട്ടി പരിപാടിയാണ്. അതുകൊണ്ട് പാർട്ടി താല്പര്യം മാത്രമേ അതിനുണ്ടാകാൻ ഇടയുള്ളൂ എന്ന് കരുതിയെങ്കിൽ തെറ്റ്. കാരണം ഈ പ്ലീനത്തിന് ശേഷം കേരള രാഷ്ട്രീയത്തിൻ്റെ വഴിത്തിരിവ് മാറിത്തീരുമെന്ന് CPM തന്നെ അവകാശപ്പെടുന്നു. പ്ലീനവുമായി ബന്ധിപ്പിച്ച് ദേശാഭിമാനി അത് 1-ാമത്തെ വാർത്തയാക്കി മാറ്റുമ്പോൾ 27 മുതൽ 29 വരെ നടക്കാൻ പോകുന്ന CPMൻ്റെ പ്ലീനം എന്നത് ഒരു കേരള ദേശീയ പ്രശ്നമായി മാറുന്നു. RS ബാബു അത് 1-ാമത്തെ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. സംഘടനയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ ചേരുന്ന CPIM സംസ്ഥാന പ്ലീനം ഇടതുപക്ഷത്തിൻ്റെ ശക്തി വ്യാപനത്തിനും കേരള രാഷ്ട്രീയത്തിൽ വേഗത്തിലുള്ള മാറ്റത്തിനും തുടക്കം കുറിക്കും. നവംബർ 27 മുതൽ 29 വരെ പാലക്കാട്ടാണ് പ്ലീനം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പതനം ഉൾപ്പെടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈ മാറ്റങ്ങൾ പ്രതിഫലിക്കും എന്ന് പറയുമ്പോൾ
അപ്രകാരം മാറ്റങ്ങൾ പ്രതിഫലിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ ഈ പ്ലീനത്തിലുണ്ടാകും. അതുകൊണ്ട് ഇത് കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല പാർട്ടിയുടെ, മറിച്ച് കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ, നയിക്കാൻ, മാറ്റത്തിന് വിധേയമാക്കാൻ പോകുന്ന വലിയ ഒരു രാഷ്ട്രീയ ഇടപെടലാണ് എന്നാണ് ദേശാഭിമാനിയുടെ ഈ 1-ാം പേജ് വാർത്ത നമ്മോട് പറയുന്നത്. CPM പ്ലീനം അത്തരമൊരു ഇടപെടലാണെങ്കിൽ അതിൻ്റെ സവിശേഷതകൾ മറ്റു പത്രങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെട്രോ വാർത്ത എന്ന പത്രം കാണുക. CPM പ്ലീനത്തിലേക്ക് ആദ്യമായി ഒരു മാർക്സിസ്റ്റേതര നേതാവ്, ഇത്തവണ മാണി സാർ അതിഥിയായി എത്തുന്നു. മാറ്റങ്ങളുടെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത്. കൗതുകകരമായ വാർത്ത. മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: CPM പ്ലീനത്തിലേക്ക് KM മാണിക്ക് ക്ഷണം. CPM പ്ലീനവേദിയിലേക്ക് കേരള കോൺഗ്രസ് നേതാവും മന്ത്രിയുമായ KM മാണിക്ക് ക്ഷണം. UDFിൽ നിന്ന് മറ്റാരെയും ക്ഷണിച്ചിട്ടില്ല. 2-ാം ദിവസം വൈകിട്ട് നടക്കുന്ന സാമ്പത്തിക സെമിനാറിനാണ് ധനമന്ത്രിയായ മാണിയെ CPM ക്ഷണിക്കുന്നത്. CPM സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സെമിനാറുകൾക്കും മറ്റും ഇടതുപക്ഷത്തില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരെ വിളിക്കുന്ന പതിവില്ല. പതിവ് തെറ്റിച്ച് മാണി സാറിനെ വിളിക്കുന്നുവെങ്കിൽ പതിവ് തെറ്റിക്കുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഈ പ്ലീനത്തിന് ശേഷം, അനന്തരം ഉണ്ടാകും എന്ന് തന്നെയാണ് അർത്ഥം. അതേ സംബന്ധിച്ച് ജന്മഭൂമി ഒരു ലീഡ് വാർത്ത പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ലീഡ് വാർത്തയാക്കാൻ പാകത്തിൽ എങ്ങനെ പ്രസക്തമാകുന്നു എന്ന് ജന്മഭൂമിക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും മാണി സാർ CPM മുന്നണിയിലേക്ക് കൂറുമാറാൻ പോകുന്നു എന്ന കൗതുകകരമായ നിരീക്ഷണമാണ് ജന്മഭൂമി മുന്നോട്ട് വയ്ക്കുന്നത്. കാണുക. മാണിയെ കാത്ത് CPM, ആശങ്കയിൽ കോൺഗ്രസ്. സചിത്രമായ ആ ലീഡ് വാർത്ത ഇങ്ങനെ: KM മാണി വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നു. ഭരണമുന്നണിയിൽ നിന്ന് KM മാണി നയിക്കുന്ന കേരള കോൺഗ്രസിനെ അടർത്തിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് CPM. മാണിയുടെ ഓരോ ചലനവും ആശങ്കയോടെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഈ വാർത്തയ്ക്ക് അടിസ്ഥാനപരമായി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന സജീവമായ തെളിവുകളോ ആധാരങ്ങളോ ജന്മഭൂമിക്ക് തന്നെ ഇല്ല. ഏതായാലും അപ്രസക്തം എന്ന് പറഞ്ഞുകൂടാത്ത ഒരു നിരീക്ഷണം തന്നെ ആണിത്.